ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നല്ല ചുമന്ന കളറിലുള്ള മണ്ണൊക്കെ ആയിട്ടില്ലേ ഒരു അടിപൊളി പ്ലോട്ട്. അതായത് കോങ്ങാട് പഞ്ചായത്തിലാട്ടോ നമ്മളുള്ളത്. കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞു. എന്തായാലും ഇന്നുള്ളത് നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിലെ 2ാം വാർഡിലാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മാഞ്ചേരിക്കാവ് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് വന്ന കൊട്ടശ്ശേരി ബസ് സ്റ്റോപ്പ് നമുക്ക് അറിയാൻ പറ്റില്ലേ. പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ അല്ലേ, ചെറുപ്പശ്ശേരി വഴി പോകുന്ന കോഴിക്കോട് ഹൈവേയിൽ ഒറ്റപ്പാലമല്ല, നമ്മുടെ മണ്ണാർക്കാട്ടേക്കൊക്കെ പോകുന്ന ഒരു ടിപ്പു സുൽത്താൻ റോഡൊക്കെ വരുന്നുണ്ട് നമ്മൾ കൊട്ടശ്ശേരി. ആ ബസ് സ്റ്റോപ്പ് എത്തേണ്ട ആവശ്യമില്ല. നമ്മളൊരു കൊട്ടശ്ശേരി ബസ് സ്റ്റോപ്പ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ റൈറ്റിലേക്ക് നമ്മൾ ജുമാ മസ്ജിദ് ഉണ്ട്, വെള്ളാരങ്കല്ലിങ്കിൽ ജുമാ മസ്ജിദിലെ പള്ളി, വലിയൊരു പള്ളി. ഇപ്പോൾ ജുമാ കഴിഞ്ഞ ആളുകൾ പോയേ ഉള്ളൂ. അപ്പോൾ ആ പള്ളിയുടെ അവിടുന്ന് നടക്കാവുന്ന ദൂരത്തിൽ വളരെ എന്താ പറയുക, വരുന്ന വഴി മുഴുവൻ മനോഹരമായ പാടശേഖരങ്ങൾ കൊണ്ടല്ലേ സമ്പൽ സമൃദ്ധമായ ഒരു അടിപൊളി പ്രദേശമാണ്. അതിൻ്റെ അടുത്തുള്ള നിരവധി സ്ഥലങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. വിത്തിൻ 2 ഡേയ്സിലൊക്കെ കച്ചവടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കാണുന്നൊരു പ്ലോട്ടാണ് ഇത്. ഒരു 15 സെൻറ്റ് സ്ഥലമാണ്, വളരെ കുറഞ്ഞ വിലയിൽ. അതായത് നോക്കിയോളൂ, ഇങ്ങനെ വന്ന് ഇവിടുന്ന് കുറച്ചുകൂടെ മണ്ണെടുക്കാനുണ്ട് അല്ലേ. നമുക്കിപ്പോൾ വീട് പണിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് അധികം മണ്ണുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അതിരെന്ന് പറയുന്നത് നമുക്ക് ആ കാണുന്ന മരം വരെയാണ്, ആ കാണുന്ന മരം. അപ്പോൾ അതുവരെ നമുക്ക് മണ്ണെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപോലെ നിരന്ന ഒരു ഭൂമിയാണ്. അപ്പോൾ വഴി സൗകര്യം, കറണ്ട് സൗകര്യം, വെള്ള സൗകര്യം, ഇതൊക്കെയാണ് ആൾക്കാർ ചോദിക്കുക. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് പറഞ്ഞു പോകാം, നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങാതെ നമ്മൾ ഒത്തിരി മുകളിലൊന്നുമില്ല, ഈ ഒരു റോഡ് കറക്റ്റ് ഈ ഒരു പ്ലോട്ടിലേക്ക് കയറി വരാവുന്ന രീതിയിൽ തന്നെയാണ്. ധാരാളം വീടുകളുള്ള വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. മെയിൻ ഹൈവേ എന്ന് വെച്ചാൽ ആ കാണുന്ന പാടം കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് മെയിൻ ഹൈവേ ഉള്ളത്. നമ്മളിങ്ങനെ ബൈ റോഡ് ഇങ്ങനെ നടന്ന് വരികയാണെങ്കിൽ ഒരു കിലോമീറ്റർ, 1.5 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്റർ ആണെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ധാരാളം വീടുകളുള്ള ഒരു മനോഹരമായ ഏരിയ അല്ലേ. അത് മാത്രമല്ല, ഇവിടെയുള്ള പരിസരങ്ങളിലെ വീടുകളിലൊക്കെ അന്വേഷിക്കുമ്പോൾ സാധാരണ ഓപ്പൺ കിണർ വെള്ളം തന്നെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഏതൊരു സമയത്തും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ധാരാളം പാടശേഖരങ്ങളാണ് തൊട്ടടുത്തൊക്കെ ഉള്ളത്, പാടങ്ങളാണ്. അപ്പോൾ ഈ ഒരു വഴി നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ അതിൽ ഇവിടുന്ന് തുടങ്ങും കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ ഒരു കമ്പിവേലിയുണ്ട്, അതുവരെ ഏകദേശം ഒരു 15 മീറ്ററാണ് നമുക്ക് ഫ്രണ്ടേജ് ഉണ്ടാവുക. 15 മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കമ്പിവേലിയുടെ പോസ്റ്റ് കാണാനുണ്ട് അല്ലേ. ഇത്രയാണ് നമുക്ക് സൗകര്യങ്ങളുള്ളത്. പിന്നെ ഒരു വഴി ഇങ്ങനെ പോയി ഏതൊരു വാഹനവും, ഒരു ലോറിയോ ജീപ്പോ കാറോ ഏതൊരു വാഹനം വരാനും യാതൊരു ബുദ്ധിമുട്ടില്ല. വലിയ വാഹനങ്ങളൊക്കെ ഇതുവഴി വരുമല്ലോ അല്ലേ, വലിയ വാഹനങ്ങളൊക്കെ ഇതുവഴി വരും. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആ ചൂടുന്ന വലിയ വെയിലൊന്നും ഇവിടുന്ന് കാണില്ല. അവിടെ നല്ല മരങ്ങളും വളരെ മനോഹരമായ പാടശേഖരങ്ങളൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇലക്ട്രിക് പോസ്റ്റ് പിന്നെ അറിയാമല്ലോ, നമ്മൾ ധാരാളം വീടുകളുള്ള ഒരു ഏരിയ ആണെന്ന് പറഞ്ഞ് നമ്മുടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലൂടെ തന്നെയാണ് നമുക്ക് പോസ്റ്റും കറണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ കിണർ കാണാനുണ്ട്, അവിടെയൊക്കെ കിണർ കാണാനുണ്ട്, അപ്പുറത്തെ വീട്ടിൽ കിണർ കാണാനുണ്ട്. കാണുന്ന വീടുകളിലൊക്കെ കിണറുകൾ തന്നെയാണ്, സാധാരണ കിണറുകൾ തന്നെയാണ്. അപ്പോൾ വെള്ളാരങ്കൽ പള്ളി എന്ന് പറയുന്നത് കാണുന്നത് തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ശരിക്കും നമുക്ക് കാണാം. ഈ ഒരു കവുങ്ങിൻ്റെ അപ്പുറത്താണ്. ഇനി മരങ്ങളുടെ ഒരു നിഴൽ കൊണ്ട് ഇതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നടക്കാവുന്ന ദൂരത്തിലാണ് പള്ളിയും മദ്രസയും സൗകര്യങ്ങളൊക്കെ ഉള്ളത്. മാഞ്ചേരിക്കാവ് അമ്പലം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ അല്ലേ, നമ്മുടെ റോഡിൽ നിന്ന് 1/2 കിലോമീറ്റർ മാഞ്ചേരിക്കാവ് അമ്പലം. പിന്നെ മാരാരോ സ്കൂള് തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കോങ്ങാട് പഞ്ചായത്ത് ഓഫീസിലെ മാഞ്ചേരിക്കാവ് ബസ് സ്റ്റോപ്പിൽ തന്നെയാണ്. അപ്പോൾ റോഡ് സൗകര്യമോ വഴി സൗകര്യമോ അതുപോലെ തന്നെ വെള്ള സൗകര്യമോ കറണ്ട് സൗകര്യമോ അതൊന്നും നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഈ ഒരു 15 സെൻറ്റ് സ്ഥലത്തിന് വളരെ പെട്ടെന്ന് പറയട്ടെ, വില പെട്ടെന്ന് പറയാൻ പറയുക ആളുകളല്ലേ. 15 സെൻറ്റ് സ്ഥലത്തിന് വെറും 9 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതായത് സെൻറ്റ് ഒന്നിന് വെറും 60,000 രൂപ വെച്ചിട്ടില്ല കൊടുക്കണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഏറ്റവും ചുരുങ്ങിയൊരു വില പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ പരിസരത്തൊന്നും ഇത്തരം വിലക്കുറവുള്ള സ്ഥലം കാണിച്ചില്ല. വളരെ പെട്ടെന്ന് കൊടുക്കണം ആഗ്രഹമുള്ളതാണ്. വിലപേശകളോ കാര്യങ്ങളൊന്നുമില്ല. 9 ലക്ഷം രൂപയ്ക്ക് ഒരു 15 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിലക്കാർ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓൺലൈനിൽ നിന്ന് 2% പേരിൽ നിന്ന് 1% ഇങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. കാരണം ഒരു സാധാരണക്കാരുടെ ഒരു ബഡ്ജറ്റാണല്ലോ ഒരു 10 ലക്ഷത്തിൽ താഴെ ഒരു പ്ലോട്ടൊക്കെ വാങ്ങിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും 15 സെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു വീട് വെച്ചാലും കിണർ വെച്ചാലും അത്യാവശ്യം നല്ല ഒരു സ്പേസ് നമുക്ക് മുറ്റമായിട്ടും അല്ലെങ്കിൽ പുറകിൽ തെങ്ങ് വയ്ക്കാനോ മാവ് വയ്ക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതിന് ബൈ.